Hey guys, welcome back to the channel. So ഇന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മെസോസൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ലാസ്റ്റ് വീക്ക് ഫുൾ ഡീലോഡ് വീക്കായിരുന്നു. സോ ഈ വീക്ക് തുടങ്ങി നമ്മൾ ന്യൂ മെസോസൈക്കിളിലേക്ക് കിടക്കുകയാണ്. ന്യൂ മെസോസൈക്കിളിലെ ഫസ്റ്റ് വീക്കാണത്. സോ ഫസ്റ്റ് വീക്ക് നമ്മൾ RP7 വെച്ചിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് വരുമ്പോൾ RP8 വെച്ചിട്ട്, തേർഡ് വീക്ക് RP9, ഫോർത്ത് വീക്ക് ഡീലോഡ് വീക്കായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫുൾ മെസോസൈക്കിൾ പോകുന്നത്. സോ ഫസ്റ്റ് വീക്ക് ഇന്ന് നമ്മൾ ബെഞ്ച് ആൻഡ് ഓവർ ഹെഡ് പ്രസ്സാണ് ചെയ്യണേ. മെയിൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് ബെഞ്ചാണ് ഇന്നത്തെ. സോ ബെഞ്ച് ഒരു 105 വെച്ച് ടോപ്പ് സെറ്റ്, സിംഗിൾ ടോപ്പ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് 2 സെറ്റ് വെച്ചിട്ട് റെപ്പ് ചെയ്യാൻ, മേ ബി 4 to 5 റെപ്പ്. അപ്പം പോസ് റെപ്പാണ് ഇന്ന് മെയിൻ ഫോക്കസ് ചെയ്യണത്. സോ അത് കഴിഞ്ഞ് ആക്സറി വർക്കൗട്ടായിട്ടായിരിക്കും നമ്മൾ ഷോൾഡേഴ്സ് ചെയ്യണത്. ഷോൾഡേഴ്സ് നമ്മളൊരു 4 to 5 സെറ്റ് ചെയ്യും. അതും 45 ആയിരിക്കും നമ്മുടെ ടോപ്പ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വെയിറ്റ് ലോഡ് ചെയ്യണില്ല, ബിക്കോസ് ഫസ്റ്റ് വീക്കാണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ വെയിറ്റ് ലോഡ് ചെയ്യാനുള്ള പ്ലാൻ. അങ്ങനെയാണ് നമ്മുടെ വർക്കൗട്ട് പാറ്റേൺ വല്ലത്. സോ ഫസ്റ്റ് വീക്ക് നമ്മളൊരു 90% ഓഫ് യുവർ 1 rep max, സെക്കൻഡ് വീക്ക് വരുമ്പോൾ 92% ഓഫ് യുവർ 1 rep max, തേർഡ് വീക്ക് 95 ആൻഡ് ദെൻ ഡീലോഡ്. അങ്ങനെയാണ് നമ്മുടെ വർക്കൗട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വിതൗട്ട് എനി ഡിലേസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വർക്കൗട്ട്. നമുക്ക് നമ്മുടെ വാമപ്പ് ആൻഡ് ദെൻ ഫസ്റ്റ് സെറ്റിലേക്ക് പോവാം. ഓൾറൈറ്റ് ഗൈസ്, സോ എൻ്റെ വാമപ്പ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഇനി ഫസ്റ്റ് സെറ്റിലിട്ട് പോവാണ്. ഫസ്റ്റ് സെറ്റ് ഞാൻ ഒരു 25 വെച്ചിട്ടായിരിക്കും ലോഡ് ചെയ്യണം. 25 വെച്ചിട്ട് മേ ബി 4-5 reps ടു ഫീൽ ദ വെയിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ 45ലേക്ക് ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങനെ കയറ്റി ഒരു 10 pound വെച്ച് കയറ്റി 105 എത്തിക്കും. 105 ഒരു ടോപ്പ് സെറ്റ് ചെയ്യും ഫോർ സിംഗിൾ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ റെപ്സിന് വേണ്ടി അടിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഓൾറൈറ്റ് ഗൈസ്, സോ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് സെറ്റാണ്. തേർഡ് സെറ്റ് ഞാനൊരു 25 pound കൊണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. 25 pound ആഡ് ചെയ്തിട്ട് മേ ബി 1 or 2 reps. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഒരു 10 വെച്ചിട്ട് ഈച്ച് സൈഡിൽ 10 pound ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നത്തെ 225 ഒരു 20 കിലോയുടെ ഒരു പ്ലേറ്റ് കൂടെ ആഡ് ചെയ്യും. സോ ദാറ്റ്സ് ദ പ്ലാൻ. യൂഷ്വലി ഞാൻ എൻ്റെ വർക്കിംഗ് സെറ്റ്സിൻ്റെ ഇടയിൽ മിനിമം 2 to 5 minutes ബ്രേക്ക് എടുക്കും. ബാക്കിയുള്ള സ്ട്രെങ്ത് എത്ര എടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ എത്ര ബ്രേക്ക് എടുക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓരോ സെറ്റിൻ്റെ ഇടയിലും എത്ര മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കണമെന്നുള്ളത്. സോ എൻ്റെ എന്ന് പറയുന്നത് മിനിമം ഒരു 5 minute ഒക്കെ അടുത്തായിരിക്കും ബ്രേക്ക്. 102 കിലോയ്ക്ക് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സെറ്റായിരിക്കും. സോ നമുക്ക് 102 അടിക്കാം നെക്സ്റ്റ്. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 1 repലെ ലാസ്റ്റ് ടോപ്പ് സെറ്റാണ്. അതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ 105 കിലോ. സോ 105 കിലോ വെച്ചിട്ട് നമ്മൾ 1 rep ചെയ്യും. 1 rep ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യും. ഒരു RP7 തന്നെ വെയിറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് ഒരു 3 to 4 സെറ്റ്സ് ചെയ്യാനാണ് പ്ലാൻ. സോ നമുക്ക് എന്തായാലും നമ്മുടെ ലാസ്റ്റ് സെറ്റ് അടിക്കാം. ഓക്കെ ഗായ്സ്, സോ നമ്മൾ ടോപ്പ് സെറ്റ് കഴിഞ്ഞു. 105 ആയിരുന്നു എന്നിട്ട് ടോപ്പ് സെറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 35 and 45ലേക്ക് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തു. അത് വെച്ചിട്ട് മേ ബി 4-5 reps ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും 10 pound ഡ്രോപ്പ് ചെയ്തിട്ട് അടിക്കാം നെക്സ്റ്റ് സെറ്റ്.
Alright guys, so we are down to our second last set. So second last set ഞാനൊരു 25 plus 45 ഇട്ടിട്ടാണ് ചെയ്യണേ. Another post reps. So അതും ഒരു 4 to 5 റെപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഓൾറെഡി അണച്ചു തുടങ്ങി, കിതച്ചു തുടങ്ങി. സോ അത് കഴിഞ്ഞ് ഒന്നുകൂടെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു സെറ്റ് കൂടെ അടിച്ച് നമ്മുടെ ബെഞ്ചിൽ നിന്ന് തീർക്കും. നമ്മുടെ ബെഞ്ചിൽ ലാസ്റ്റ് സെറ്റിലേക്ക് നമ്മളെത്തി. ലാസ്റ്റ് സെറ്റ് ഞാൻ വീണ്ടും ഒരു 5 pound കുറച്ചു. സോ 45 plus 20 ആക്കി, 25 വരും. അത് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റത്തെ പോസ്റ്റ് റെപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബെഞ്ച് ഇന്നത്തെ സെഷൻ ഇതോടുകൂടി തീരാണ്. സോ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ പ്രസ്സിലേക്കാണ് പോകണേ. ലൈറ്റർ വെയിറ്റ് ആയിരിക്കും നമ്മൾ ഹെവി ലോഡ് ചെയ്യാൻ പാടില്ല, കാരണം അത് സെക്കൻഡറി വർക്കൗട്ടാണ്. ഇന്നത്തെ പ്രൈമറി എന്തായാലും ബെഞ്ചായിരുന്നു. സോ സെക്കൻഡറി വർക്കൗട്ടെല്ലാം ഞാൻ ഒരുപാട് ലോഡ് ചെയ്യാറില്ല, ഇഞ്ചുറി വരുത്താൻ വളരെ ഹൈ ചാൻസാണ്. സോ ഷോൾഡർ പ്രസ് മേ ബി ഒരു 45 വെച്ചിട്ട് നമ്മൾ അടിച്ച് നിർത്താനാണ് പ്ലാൻ. സോ എന്തായാലും നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഫിനിഷ് ചെയ്യാം. ലാസ്റ്റ് സെറ്റ് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ഷോൾഡറിലേക്ക് പോകാതെ കഴിഞ്ഞു. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ ബെഞ്ചിൻ്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ പ്രസ്സിലേക്ക് പോവാണ്. സോ ഷോൾഡർ പ്രസ് ഞാൻ RP6 വെച്ചിട്ട് ചെയ്യണുള്ളൂ. സെക്കൻഡറി വർക്കൗട്ട് ആയതുകൊണ്ട് ഒരു 4 to 5 സെറ്റ്സ് അടിക്കാനാണ് പ്ലാൻ. 45 വിൽ ബി അവർ ടോപ്പ് സെറ്റ്. സോ 45 വെച്ചിട്ട് മേ ബി 2 സെറ്റ്സ് ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ. Alright guys, so we are down to our last set. ഷോൾഡർ പ്രസ്സിൽ ലാസ്റ്റ് സെറ്റാണത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് തീരാണ്. ലാസ്റ്റ് സെറ്റ് നമ്മളൊരു 4-5 reps ബോഡി എക്സോസ്റ്റഡ്. സോ 4-5 reps അടിച്ചിട്ട് ഇന്നത്തെ വർക്കൗട്ട് ഫുള്ള് തീർക്കും. നെക്സ്റ്റ് ഡേ വിൽ ബി ഡൂയിങ് സം സ്ക്വാട്ട്സ്. സോ അതും ഈ സെയിം പാറ്റേൺ ആയിരിക്കും. RP7 വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഫുൾ വീക്കിലെ വർക്കൗട്ടെല്ലാം. സോ നെക്സ്റ്റ് വരുന്ന സ്ക്വാട്ട് നമ്മൾ RP7 വെച്ചിട്ടുള്ള വെയിറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യണേ. ഇഫ് യു വാണ്ട് ടു ബിൽഡ് സ്ട്രെങ്ത്, ദാറ്റ്സ് ദ കീ. അതല്ലാതെ എല്ലാ ആഴ്ചയും പോയിട്ട് 1 rep മാക്സ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ആയിരിക്കും. സോ എന്താ പറയുക, ഇതൊരു പീരിയഡൈസേഷനാണ്, ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. സോ ഇഫ് യു വാണ്ട് ടു ബിൽഡ് സ്ട്രെങ്ത്, ലൈക്ക് പ്യുവർ സ്ട്രെങ്ത്, RP7, 8, 9 വെച്ചിട്ട് ഓരോ വീക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഓൾസോ ഇൻക്ലൂഡ് ഡീലോഡ് വീക്സ്. സോ ഡീലോഡ് വീക്ക് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിക്കവറി ആൻഡ് ഫോമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഡു ഇറ്റ് ദിസ് വേ. ഇങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് ലിഫ്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ബെഞ്ചാണെങ്കിലും ഷോൾഡർ പ്രസ് ആണെങ്കിലും സ്ക്വാട്ട് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ച് കാണാൻ പറ്റും. വിത്തിൻ 1 month ഓർ 3 months നിങ്ങൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന 1 rep മാക്സിനേക്കാളും അറ്റ്ലീസ്റ്റ് 5 kilos നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. സോ ഡു ദാറ്റ്.
എനിവേയ്സ് ഗായ്സ്, സോ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ വീണ്ടും കാണാം. അതുവരേക്ക് സൈനിങ് ഓഫ്. ബൈ.